ദേ ഞാൻ കക്കൂസിന്ന് ഇറങ്ങി വരുമ്പം കക്കൂസിൽ എന്ത് നടന്നു എന്ന് മാത്രം നീയൊക്കെ തിരക്കിയാ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടല്ലോ. ഈ ഒരു മോഡാണ് നമ്മുടെ കേന്ദ്രമന്ത്രി. ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം മറന്നുപോയെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു തമ്പ്രാന്റെ അടിമകളാണ് ഇവിടുത്തെ പ്രജകൾ. മനസ്സിലായില്ലേ? അടിമകൾ. അതാണ് ഇവിടുത്തെ പ്രജകളും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരും ഒക്കെ. അവരുടെ മൂഡിലുള്ള ഒരു സംസാരം കേന്ദ്രമന്ത്രിയുടെ ഇന്ന് രാവിലെ ഞാനൊന്ന് കണ്ടു. അത് ഞാൻ അതിനകത്തോട്ടൊക്കെ വരാം. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ മറ്റേ പുള്ളി ആട്ടി അങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പുള്ളി പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളും ഉണ്ട്, ഇല്ലാതൊന്നും അല്ല. പക്ഷെ എന്നാലും ഒരു തമ്പ്രാൻ കളി ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കണം. അതുപോലെ തന്നെ ഓരോ ദിവസവും ഇപ്പൊ പുതിയ ഓരോ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ചേച്ചിയെ ഞാൻ കണ്ടു, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്. ചേച്ചി വന്നിട്ട് ചേച്ചിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെ പറ്റി, ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവത്തെ ചേച്ചി പറയുന്നുണ്ട്. ചേച്ചി അഡ്ജസ്റ്റ്മെന്റിന് ക്ഷണിച്ചു എന്നുള്ള രീതിയിൽ, ചേച്ചി അഡ്ജസ്റ്റ്മെന്റ് റെഡി ആണോ എന്നുള്ള രീതിയിലൊക്കെ അയാള് ചോദിച്ച പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേച്ചി വന്ന് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ആ ചേച്ചി വേറെ വലിയൊരു അലിഗേഷൻ പറഞ്ഞത് ആ ചേച്ചിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോട്, അല്ലെങ്കിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ നടൻ മുകേഷ് ചെന്നിട്ട് ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ടു. അപ്പം അതിലേക്കും പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മെയിൻ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ഈ അലിഗേഷൻസ് ഓരോ ദിവസവും ഓരോ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾ വന്നിട്ട്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയസൂര്യയുടെ പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാൻ കാരണം ഒരു സ്ത്രീ വന്നിട്ട്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട്, അവര് പേര് പറഞ്ഞിട്ടില്ല, ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറയാതെ ചുമ്മാ മറ്റേ കുറച്ച് അവിടെ ഇവിടെ തൊടാതെ സംസാരിച്ചിട്ട് പോയി. എന്നാൽ പേര് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പിള്ളേരെല്ലാം കൂടെ കയറി അങ്ങ് തപ്പി ലാസ്റ്റ് അത് ജയസൂര്യയാണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ വരുന്നു. അന്നത്തെ ദിവസം ജയസൂര്യ അങ്ങ് എയറിൽ പോകുന്നു. അങ്ങ് എയറിൽ ഇരിക്കുമ്പോഴാണ് ദ നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം ഒരു ചേച്ചി വന്നിട്ട് ജയസൂര്യ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നങ്ങോട്ട് പറയുന്നു. പൂർത്തിയായി. ഏറെ നിന്ന് പുള്ളിക്ക് തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. അവിടുന്ന് വീണ്ടും പുള്ളി മണ്ടക്കോട്ട് പോയി. ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇന്ന് ഞാൻ കാണുന്നു ആദ്യമേ വന്ന് സംസാരിച്ച, അതായത് ജയസൂര്യയുടെ പേര് പറയാതെ കുറച്ച് ഹിന്റുകൾ ഇട്ടുകൊടുത്ത ഒരു ചേച്ചി ഇന്ന് വന്നിട്ട് പറയുന്നു ജയസൂര്യ അല്ല, ഞാൻ ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടില്ല, ജയസൂര്യ അല്ല എന്നോട് അങ്ങനെ മോശമായി പെരുമാറിയതെന്ന് ഇന്ന് ആ ചേച്ചി വന്നിട്ട് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഇപ്പൊ എല്ലാരും കുറ്റക്കാരായിട്ട് കാണാൻ പോകുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെയാണ്. കാരണം അവര് പേര് പറയാതെ എല്ലാരും തൊപ്പും തുടങ്ങിയും പോയി തപ്പിയെടുത്ത് ജയസൂര്യ ആണെന്ന് അങ്ങോട്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരുടെ തലയിലായിരിക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും വന്ന് ചാടാൻ പോകുന്നത്. എന്റെ ചോദ്യം ഉണ്ട്, ഇല്ലാന്നൊന്നും അല്ല. ഞാൻ എല്ലാരെയും ഒന്നും മറ്റേ ന്യായീകരിക്കാനൊന്നും വരുന്നില്ല. നമുക്കത് പോയി തപ്പിയെടുത്ത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അതൊരു സൈഡ്. അതുപോലെ തന്നെ എന്തിനീ ചേച്ചി വന്നിട്ട് ഇവർക്ക് പേര് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഇവർ പിന്നെ എന്തിന് വന്നിട്ട് ഇരുന്ന് കഥകൾ പറയുന്നു? ഞാൻ അങ്ങനെ ഫേസ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തു. അറ്റ്ലീസ്റ്റ് അത് പറയുമ്പോൾ പേര് പറയണം. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഇരകൾ ആരാണോ അവരുടെ ഫേസ് ഇവിടെ മാധ്യമങ്ങൾ പുറത്ത് കാണിക്കേണ്ട. ഞാൻ വീണ്ടും അതാ പറയുന്നത്. അവരുടെ ഫേസ് വേണമെങ്കിൽ ബ്ലർ ചെയ്ത് കാണിക്കണ്ട. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതൊന്നും അല്ല നടക്കുന്നത്. എല്ലാവരുടെ ഫേസ്, നമ്മൾ കാണാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഫേസ് അത്രയും വിപുലമായിട്ട് പല ആളുകളും ഇന്ന് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് പോലും അറിയില്ല. ഇന്നലെ നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു പ്രസ് മീറ്റില് പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഈ ചുമ്മാ വന്ന് ഈ കുറെ അലിഗേഷൻസ് പറയുന്നുണ്ട്. ഈ പറയുന്നവരെല്ലാരും കറക്റ്റായിട്ട് പ്രൂഫ് സഹിതം ഇവിടെ തിരക്കാൻ. ഇപ്പൊ പോലീസുകാർക്ക് അത് കൊടുത്തിട്ടില്ല എങ്കിൽ, ഇവർ പറഞ്ഞ അലിഗേഷൻസ് തെറ്റാണെങ്കിൽ തിരിച്ച് ഇവർക്ക് പണി കിട്ടണം. ഇവരെ വെറുതെ വിടരുത്. ഇവർ ഈ വന്ന് പറയുന്ന സ്ത്രീകൾ പറയുന്നത് കള്ളത്തരമാണെന്ന് എന്തെങ്കിലും ഒരു കാലത്ത് പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവർക്കും നല്ല പണി കിട്ടണം. കാരണം ഇവർ ഈ പറയുന്നത് കൊണ്ട് ഒരാളുടെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ആ ജീവിതം ഇല്ലാതാകുന്ന ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം ഇല്ലാതായിക്കോട്ടെ, ഇല്ലെങ്കിൽ അവരോട് ഈ ചെയ്യുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഇവര് പേ ഓഫ് ചെയ്യണം എന്താണെങ്കിലും. ഇനി നമുക്ക് രാവിലെ മുകേഷ് അണ്ണന്റെ വാർത്ത. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ്. അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹി ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി. ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ടോ? അതെ, ഇന്നലത്തെ എനിക്ക് ബൈക്കിൽ തരാൻ പറ്റിയില്ല. പക്ഷെ അതെ, ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ഈ ആക്ടർ അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട്
മിസ്ബിഹേവ്. അല്ല, വളരെ ഗുരുതരമായ ആരോപണമാണ്. സന്ധ്യയ്ക്ക് അത് ഉറപ്പാണോ? ഇത് പറഞ്ഞിട്ടുണ്ട് സന്ധ്യയോട് അല്ലേ? ഇവരിതിൽ ഉറച്ചു നിൽക്കുമോ? അതെ, എനിക്ക് യെസ് ഐ നോ. നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ, അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധ്യ കേട്ടത്? നടി നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. എനിക്കിത് കേട്ടപ്പോൾ പറയാനുള്ളൊരു കാര്യം, ഈ ചേച്ചി ഇപ്പൊ വന്നിട്ട് പറയുന്നു, ഈ ചേച്ചിയുടെ പേഴ്സണൽ അനുഭവം അല്ല പറയുന്നത്. ഇവരുടെ അനുഭവം ഇവർ പറയുന്നുണ്ട് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൽ നിന്ന്. നോക്കി, അത് ഇവർക്ക് പേഴ്സണൽ ആയിട്ട് ഇവർ ഫേസ് ചെയ്ത കാര്യം, അത് അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. വേറൊരാൾക്ക് വന്ന അനുഭവം ഇവരെന്തിനു പറയുന്നു? അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അയാൾ വേണം വന്ന് പറയാൻ. ഇവരിത് വന്ന് പറഞ്ഞു, നാളെ അവരോട് ചോദിക്കുമ്പോൾ അവർ കൈമളത്തി കഴിഞ്ഞാൽ ഇവർ വെട്ടോ. സോ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇവർ ഈ പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ളൊരു അലിഗേഷൻ ആണെങ്കിൽ അത് ചെറിയൊരു കേസൊന്നും അല്ല. മുകേഷ് അണ്ണ മാമൻ മുട്ടും കുറച്ച് അല്ലേ, മാമൻ മുട്ടുമെന്നല്ല മുക്കും കുറച്ചധികം മാമൻ പെടും ഓരോ ദിവസവും. എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്നിരിക്കുന്ന അലിഗേഷൻസിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. ആ വ്യക്തി ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA ആയിട്ട് തുടരുന്നുമുണ്ട്. ഇത്രയും അലിഗേഷൻസ് വരുമ്പോൾ ബാക്കിയുള്ള ഇപ്പൊ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും ശരി, ബാക്കി എല്ലാവരും ഇപ്പൊ രഞ്ജിത്ത് ആണെങ്കിലും ശരി, എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു മാറി നിന്ന് ഇതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ വ്യക്തി ഇപ്പോഴും മറ്റേ ജന്മി സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ മാറത്തില്ല, ഞാൻ MLA തന്നെയായിട്ടിരിക്കും. എന്താ പദവി ഒഴിഞ്ഞ് ഫേസ് ചെയ്യണ ഈ അലിഗേഷൻസ് ഒക്കെ? എന്താ ഇറങ്ങി ആ പദവിന്ന് പോയി കഴിഞ്ഞാൽ പാർട്ടിയും കൈവിടും, മൊത്തത്തിൽ ആമ്പി ഊമ്പി സീരാവോന്ന് വിചാരിച്ചിട്ടാണോ അണ്ണൻ മാറി നിൽക്കാത്തത്? ആ ഒരു പദവിയിൽ നിന്ന് അവിടെ തന്നെ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അത് വളരെ മോശമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. ഈ വന്ന് പറയുന്നവർക്കെതിരെ നിങ്ങൾ നല്ല നിയമപരമായിട്ട് നല്ല പണി മേടിച്ചു കൊടുക്കണം. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഇതിപ്പം ചെറിയ അലിഗേഷനൊന്നും അല്ല. നടിയുടെ അമ്മേ എന്നെ അണ്ണൻ ആരാണ്? അണ്ണൻ അമ്മച്ചിമാരോടൊക്കെയാണോ താല്പര്യം? അണ്ണനും അണ്ണന് പിന്നെ അത്യാവശ്യം പ്രായമായല്ലോ. പക്ഷെ അണ്ണ ഇത് ചെറിയ കേസൊന്നും അല്ല ഈ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കേട്ടാ. ഇത്രയ്ക്കും മൂപ്പാണ് അണ്ണന്. അല്ല, അറിയാൻ പാടില്ല. പോട്ടെ, അതൊക്കെ പ്രൂവ് ആവട്ടെ. നമുക്ക് പ്രൂവ് ആവാതെ ചുമ്മാ അയാളെ ഇല്ല, ആ പരിപാടിക്ക് ഞാനില്ല. ഞാൻ എൻ്റെ ഒരു ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് സർക്കസ്റ്റിക് ആയിട്ട്. തെളിയട്ടെ, തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ പുള്ളിക്ക് കൊടുക്കാം. തെളിയാതൊന്നും ഞാൻ ആരെയും എന്നിട്ട് നെഞ്ചത്ത് കയറാനില്ല ഒരു പരിധിയിൽ കൂടുതൽ. ഇനി നമ്മുടെ കേന്ദ്രമന്ത്രി ദ സൂപ്പർ സ്റ്റാറിനൊരു പുച്ഛമുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരോടും. ഉള്ള കാര്യം ഞാൻ പറയാലോ, സൂപ്പർ സ്റ്റാർ ഇവിടുന്ന് ജയിച്ചു പോകുന്നോളം വരെ മറ്റേ അയ്യോ വോട്ട് തരണേ, അയ്യോ തൃശ്ശൂര് നമ്മൾ രക്ഷപ്പെടുത്തുമേ, ഈ ഒരു മൂഡിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അണ്ണന്റെ മോഡങ്ങ് മാറി. ഇപ്പൊ മറ്റേ സെറ്റപ്പാ. ഒന്ന് കണ്ടു നോക്ക്, രാവിലത്തെ ഒരു ബൈറ്റിംഗ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മുകേഷ് MLA-ക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു. MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് CPM തീരുമാനം. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ആരോപണങ്ങളല്ലേ? കോടതി പറയും, അത് നമുക്ക് അറിയാൻ ചേട്ടാ. അത് ചേട്ടൻ പറയേണ്ട കാര്യമില്ല. ചേട്ടനോട് ഈ മാധ്യമങ്ങളൊന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഒരു കേന്ദ്രമന്ത്രി മാത്രമാണെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു പോകാം. നിങ്ങളൊരു നടനും കൂടെയാണ്. അത് നിങ്ങളെന്താ ഓർക്കാത്തത്? നിങ്ങളൊരു നടനും കൂടെയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു 1-2 പേർക്കെതിരെയാണ് ഈ അലിഗേഷൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ ഭാഗം എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അതിനകത്ത് മാധ്യമങ്ങളോട് കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി തീരുമാനിക്കുന്ന മാധ്യമങ്ങൾക്ക് നമുക്കൊക്കെ അറിയാം. ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല ഒരു നടനും ഈ ഒരു കാര്യത്തിൽ നിന്ന്. ഒരു പത്രമാധ്യമം ഒരു റിപ്പോർട്ടർ വന്നൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം നിങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ നിങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ധാർഷ്ട്യം കാണിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാന്യമായിട്ട് അറിയില്ല എന്നെങ്കിലും പറയണം. ഇതൊരുമാതിരി കോടതി തീരുമാനിക്കും, എന്ത് വെച്ചാലും കാണുന്നു. ലാസ്റ്റ് ഇതിനകത്ത് മൊത്തം പറയുന്നത് കോടതി തീരുമാനിക്കും. നമുക്കറിയാം നിങ്ങളുടെ അഭിപ്രായം. ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടോ? ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇവരെല്ലാം നിങ്ങളുടെ ഒരു കണ്ണിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ അതോ ഫേക്ക് അലിഗേഷൻസ് ആണോ? ഇതൊക്കെയാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ബാക്കി കോടതി പറയും. അല്ല, നിങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വ്യക്തി എനിക്ക് ചില കാര്യങ്ങളിൽ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു അമ്മച്ചി അവിടെ നിന്ന് സംസാരിക്കുക. അതായത് നിങ്ങൾ പണ്ട് വന്നിട്ടുള്ള കഥയോ എന്തോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ പുള്ളി അത് ചെവി കൊള്ളാൻ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അത് അത്ര ചില ആൾക്കാർ പറയുമായിരിക്കും അയാൾ അങ്ങനൊന്നും അല്ല, വൃത്തിയായിട്ട വോട്ടവോ. ഞാനിപ്പോ എന്റെ കണ്ണിൽ കണ്ടപ്പോഴത്തേക്ക് അത് നല്ലൊരു കാര്യമാണ്.
അല്ലാതെ അവർ വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല എന്നുള്ളൊരിതൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയല്ലോ. അതൊക്കെ ആ പുള്ളിയുടെ ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം പറയണമല്ലോ. ബാക്കി ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഈ പറഞ്ഞതിനോട് മാത്രം യോജിക്കാൻ പറ്റുന്നില്ല അണ്ണം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ വന്നിട്ട് എന്താ ചോദിക്കേണ്ടത്? രാവിലെ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നോ ചോദിക്കണോ? അതോ പുട്ടും കടലയാണോ എന്ന് ചോദിക്കണോ? ഇതാണോ താങ്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താൻ എന്തോ താങ്കൾ ഇപ്പൊ പറഞ്ഞത്? വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ. ചേട്ടാ, നിങ്ങളൊരു ജനപ്രതിനിധിയാണ്, അത് നിങ്ങൾ മറന്നു പോകരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ഇത് ഞങ്ങൾ ചോദിക്കാം. രാവിലെ കക്കൂസി പോയിട്ട് ഫ്ലഷ് അടിച്ചോ? ഇതൊക്കെ ഞങ്ങൾ ചോദിക്കാം അല്ലേ? കഷ്ടം, വളരെ മോശം. നിങ്ങളാ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണോ മാധ്യമങ്ങൾ വന്ന് ചോദിക്കേണ്ടത്? ബാക്കി പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ട് ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞേ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കയറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മാധ്യമങ്ങളുടെ തീറ്റയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ട, അല്ലാന്ന് ഞാനും പറയുന്നില്ല. മാധ്യമങ്ങൾ കിട്ടുന്ന എല്ലായിടത്തും കൊണ്ട് മൈക്ക് പിടിക്കും, ഉണ്ട്. എല്ലാം ഒന്നും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ നടന്നതിനകത്ത് നിങ്ങളോട് ചോദിച്ചതിന് നിങ്ങളുടെ ഭാഗത്തും അവർ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും നിങ്ങൾക്ക് പറയാൻ നിങ്ങളൊരു നിങ്ങൾ ബാധ്യസ്ഥനാണ്. കാരണം നിങ്ങളൊരു മന്ത്രി മാത്രമല്ല, നിങ്ങളൊരു സിനിമാ താരം കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പുറകെ വന്നത്. ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എനിക്ക് തോന്നുന്നു അമ്പലത്തിലോ പള്ളിയിലോ എവിടെയും കണ്ട് പോയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന അതിനകത്തെ കാര്യങ്ങൾ ചോദിക്കണം. അതിനകത്ത് എന്താണ് ചോദിക്കേണ്ടത്? എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് മറ്റേ ചന്ദനം കിട്ടിയോന്ന് ചോദിക്കണോ? അങ്ങനത്തെ കാര്യങ്ങളാണോ ചേട്ടാ ചോദിക്കേണ്ടത്? ഇന്ന് ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, മേജർ രവി ഒക്കെ ഏതോ പരിപാടിക്ക് നിൽക്കുമ്പോൾ അവിടെ ആൾക്കാർ ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു. താങ്കളൊരു മന്ത്രിയും ഒരു സിനിമാ നടനുമാണ്. താങ്കളുടെ റെസ്പോൺസ് ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് മാധ്യമങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം അതേ അളവിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് തെളിയിക്കുകയാണ് നിങ്ങൾ അവിടെ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കൂടുതൽ ഒന്നും നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് അനുഭവമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും കാണും, കോടതിയിലായിരിക്കാം, തെളിയിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഫേക്ക് അലിഗേഷൻസിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് സംസാരിച്ച് വിടുമായിരുന്നു. അത് പ്രൂവൺ ആവട്ടെ. ഇന്നലെ പൃഥ്വിരാജ് സംസാരിച്ചില്ലേ, അതിന്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾക്കൊന്ന് സംസാരിച്ച് വിട്ടാൽ പോരായിരുന്നോ? അതിന് പകരം നിങ്ങളുടെ മറ്റേ ദേഷ്യം കാണിക്കാൻ എന്തിനാണ് ഞങ്ങളെ അത് കാണിക്കുന്നത്? നിങ്ങളെ ജയിപ്പിച്ച് വിട്ടതിനോ? ഒരു കൂട്ടം തൃശ്ശൂരുള്ള ജനങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾ ജയിപ്പിച്ച് വിട്ടതിനാണോ നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത്? അറിയാൻ പാടില്ല. ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ബിഹേവ് ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായിട്ട് വരുമ്പോ ഇത് ഇവിടുത്തെ ഒരു തമ്പ്രാൻ ഉണ്ടല്ലോ, ഒരു മേപ്പെട്ട തമ്പ്രാൻ. ആ ഒരു തമ്പ്രാന്റെ ഒരു പരിപാടിയൊക്കെ തന്നെ നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു തമ്പ്രാൻ ഉണ്ടല്ലോ, ആ തമ്പ്രാന്റെ സെയിം പരിപാടിയാണോ നിങ്ങളും കാണിക്കുന്നത്? ഇത് അധിക നാളും താങ്കളുടെ കാര്യം നീണ്ടുപോകും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് ജനങ്ങളോട് നിൽക്കുന്നതെങ്കിൽ വളരെ മോശം. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറഞ്ഞത്. കാണുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.